പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ക്രിസ്മസിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ക്രിസ്തുമസ് പലപ്പോഴും നമുക്ക് ആഘോഷങ്ങളിലെ ഒരു ആഘോഷവും വ്യവസായങ്ങളിലെ ഒരു വ്യവസായവുമായിട്ട് അനുഭവപ്പെടുകയാണ്. അതിലുപരിയായിട്ട് ക്രിസ്തുമസ് എന്താണ്? പരിശുദ്ധനായ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യൻ തിമോത്തിക്ക് എഴുതുമ്പോൾ 2-ാമത്തെ ലേഖനത്തിലാണ് 2 തിമോത്തി 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. റിമെമ്പർ ജീസസ് ക്രൈസ്റ്റ് റേസ്ഡ് ഫ്രം ഡെഡ്, ഡിസെൻഡഡ് ഫ്രം ഡേവിഡ്, ദിസ് ഈസ് മൈ ഗോസ്പൽ. Always remember that Jesus Christ, a descendant of King David, was raised from the dead. This is the good news I preach. അപ്പൊ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർക്കുക. അതാണ് സുവിശേഷം. ക്രിസ്തുവിന്റെ ജനനവും ക്രിസ്തുവിന്റെ മരണവും ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും സുവിശേഷം 3 സ്തൂപങ്ങളിൽ നിലകൊള്ളുകയാണ്. ഇൻകാർണേഷൻ ഓഫ് ദ ലോഗോസ്, വചനത്തിന്റെ ജഡധാരണം നാം ക്രിസ്തുമസിൽ അനുസ്മരിക്കുകയാണ്. വചനത്തിന്റെ ജഡധാരണം, വചനം മാംസമായി തീർന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതുമ്പോൾ ഇത് പറയുന്നുണ്ട്, വചനം മാംസമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞു, നമ്മുടെ ഇടയിൽ പാർത്തു. ഹി ടാബർനാക്കിൾഡ് അമംഗ് us, മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ചു. കൂടാരം നമ്മുടെ ശരീരത്തെ സൂചിപ്പിക്കാൻ പൗലോസ് ശ്ലീഹായും പത്രോസ് ശ്ലീഹായും ഒരുപോലെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, കൂടാരമായ ഈ ഭൗമ ഭവനം, ടാബർനാക്കിളിനോടാണ് നമ്മുടെ ശരീരത്തെ താരതമ്യപ്പെടുത്തുന്നത്. കൂടാരമായ ഈ ഭൗമ ഭവനം. പത്രോസ് ശ്ലീഹ ലേഖനം പറയുന്നുണ്ട്, എന്റെ കൂടാരം പൊളിയുവാൻ അടുത്തിരിക്കുന്നു. പിന്നെയും പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, യു ആർ ദ ടാബർനാക്കിൾ ഓഫ് ഗോഡ്. നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു, അല്ലെങ്കിൽ മാംസം ധരിച്ചു. എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ തിരുവെഴുത്തിൽ വായിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവൻ ആയിത്തീർന്നു. അവൻ നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നു, നമ്മെ അവനെ പോലെ ആക്കി തീർക്കേണ്ടതിന്. അലക്സാന്ദ്രിയയിലെ അത്തനേഷ്യസ് ബാവ തന്റെ വിഖ്യാതമായ ദൈവശാസ്ത്ര പ്രഖ്യാപനം നടത്തുകയാണ്. നാം അവനെ പോലെ ആകേണ്ടതിന് അവൻ നമ്മെ പോലെയായി. നാം ദൈവത്വം പ്രാപിക്കേണ്ടതിന് അവൻ മനുഷ്യത്വം സ്വീകരിച്ചു. അവന്റെ മനുഷ്യപ്രകൃതിയാൽ നാം ദൈവപ്രകൃതിയെ സ്വീകരിക്കുന്നു. നമുക്ക് ദൈവപ്രകൃതി ലഭിക്കേണ്ടതിനായി അവൻ മനുഷ്യപ്രകൃതിയെ കൈക്കൊണ്ടു. നമ്മെ പ്രതി നമുക്ക് ദൈവപ്രകൃതി നൽകേണ്ടതിനായി അവൻ നമ്മിൽ ഒരുവനെ പോലെയായി തീർന്നു. ഇതാണ് ക്രിസ്തുമസിന്റെ സന്ദേശം. ക്രിസ്തുമസിൽ സംഭവിക്കുന്നത് തിയോസിസ് എന്ന ഓർത്തഡോക്സ് ദൈവശാസ്ത്രം ഈ പൗരസ്ത്യ ദർശനവും പാശ്ചാത്യ ദർശനവും തമ്മിൽ ഉള്ള വ്യത്യാസമാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ മലങ്കരയിൽ നമ്മൾ കേൾക്കുന്ന സുവിശേഷം സഭാ വ്യത്യാസമില്ലാതെ
എല്ലാ സുവിശേഷകരും പ്രസംഗിക്കുന്നത് പാശ്ചാത്യ സുവിശേഷമാണ്. പാശ്ചാത്യ സുവിശേഷം എന്താണ്? മനുഷ്യവർഗം നാശത്തിലേക്ക് പോവാണ്, വലിയൊരു ശിക്ഷയിലേക്ക്, വലിയൊരു കുഴിയിലേക്ക്, അഗാധ കൂപത്തിലേക്ക്, അഗ്നികുണ്ഡത്തിലേക്ക് അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യവർഗത്തിന്റെ ട്രെയിനിനെ പിടിച്ചു നിർത്താൻ ദൈവത്തിന്റെ പുത്രൻ വന്നു. രക്ഷയിൽ നിന്നുള്ള വിടുതലാണ്, ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. ഇന്നലെ വളരെ ബഹുമാന്യനായ, എനിക്ക് അടുത്ത് ബന്ധമുള്ള ഒരു പെന്റക്കോസ്റ്റൽ പാസ്റ്റർ, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം ആ കൺവെൻഷണൽ ചിന്താഗതിയിൽ അദ്ദേഹം പഴയ പല്ലവി ആവർത്തിച്ചു. എന്നോട് പറഞ്ഞു, ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. എന്താണ് രക്ഷ? സാൽവേഷൻ. അപ്പൊ സാൽവേഷൻ ആണ് ഗോള്. പാശ്ചാത്യ സുവിശേഷത്തിന്റെ ഗോള് സാൽവേഷൻ ആണ്. ഇവിടെയാണ് ക്രിസ്ത്യാനിത്വത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അപചയം. സാൽവേഷൻ എന്ന വാക്കിനെ ചുറ്റിപ്പറ്റി ധാരാളം സംഘടനകള്, പ്രവർത്തനങ്ങള്, പ്രസ്ഥാനങ്ങള്, ഉദ്യമങ്ങള്, ഒരുപാട് ദൈവശാസ്ത്രങ്ങള്, പുസ്തകങ്ങള്. സാൽവേഷൻ, രക്ഷ, ഇത് തികച്ചും പൗരസ്ത്യ ദർശനത്തിന് വിരുദ്ധമാണ്. രക്ഷ എന്നുള്ളത് ബൈബിളിൽ പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. അത് പല അർത്ഥത്തിലാണ്, കോണ്ടെക്സ്റ്റുവൽ ആണ്. സാൽവേഷൻ കോണ്ടെക്സ്റ്റുവൽ ആണ്. ആ കോണ്ടെക്സ്റ്റിലാണ് ആ സാൽവേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. സാർവത്രികമായി ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ട് രക്ഷ എന്നൊരു പദം വരുന്നില്ല. എന്നാൽ ബൈബിളിൽ ഉടനീളം നിങ്ങൾക്ക് രക്ഷ എന്ന പദം കാണാൻ പറ്റുന്നുണ്ട്. അത് ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. നമ്മളുടെ ചിന്തയിലുള്ള ഒരു രക്ഷ ബൈബിൾ പറയുന്നില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ചിന്തയിലുള്ള, നമ്മുടെ സങ്കല്പം വലിയൊരു ശിക്ഷ മനുഷ്യവർഗത്തെ കാത്തിരിക്കുന്നു. അസംഷനാണ്. അങ്ങനെ അസ്യൂം ചെയ്തിരിക്കുകയാണ്. വലിയൊരു ശിക്ഷ മനുഷ്യവർഗത്തെ കാത്തിരിക്കുന്നു. നമ്മൾ വലിയൊരു ശിക്ഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ വന്നു. ഇറ്റ്സ് റോങ്. ഇതെന്താണെന്ന് ചോദിച്ചാല് ബൈബിളിൽ പല സ്ഥലത്തും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അത് സാന്ദർഭികമാണ്. ആ പശ്ചാത്തലത്തിൽ, ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രക്ഷ എന്ന വാക്ക്. ഉദാഹരണത്തിന് പറഞ്ഞാല്, തിമോത്തിക്ക് എഴുതുമ്പോൾ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീകൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ പ്രാപിക്കണം എന്ത് ചെയ്യണം? ആ വാക്യം എടുത്ത് വ്യാഖ്യാനിച്ചാൽ മക്കളെ പ്രസവിക്കുക എന്നുള്ള, അപ്പൊ പുരുഷന്മാർക്ക് രക്ഷയില്ല. അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള രക്ഷയാണെങ്കിൽ പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് രക്ഷയില്ല ആ വാക്യം വെച്ചാൽ. അല്ലെങ്കിൽ പ്രസവത്തിലൂടെയാണ് രക്ഷ. ഇതാണ് ഞാൻ പറഞ്ഞ രക്ഷ എന്ന പദം അതാത് കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ട പദമാണ്. അത് പൊതുവായി ഉള്ള ഒരു പദമല്ല. പൊതുവായുള്ള പദം ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ നമ്മുടെ ഗോള് രക്ഷ പ്രാപിക്കുക എന്നുള്ളതല്ല. ഓ രക്ഷപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, നീ രക്ഷിക്കപ്പെട്ടോനോ. ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ നമ്മുടെ ഗോള് തിയോസിസ് ആണ്. തിയോസിസ്, ദൈവാനുരൂപം പ്രാപിക്കുക, ദൈവീകരണം ആണ് തിയോസിസ്. തിയോസിസിലേക്ക് നമ്മെ എത്തിക്കുവാൻ ദൈവമായിരുന്നവൻ മനുഷ്യനായി താഴേക്ക് വന്നു, മനുഷ്യരായ നമ്മെ ദൈവമാക്കി മാറ്റുവാൻ. തിയോസിസിൽ നാം എത്തിച്ചേരുവാൻ ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യരൂപത്തിലേക്ക് താന്നിറങ്ങി വന്നു. അപ്പൊ തിയോസിസിനെ പ്രാപിക്കുന്നതിന്
നമുക്കുള്ള തടസ്സങ്ങൾ എന്താണ്? നമ്മുടെ തടസ്സങ്ങൾ തിയോസിസിനെ പ്രാപിക്കുന്നതിനുള്ള നമ്മുടെ തടസ്സമാണ് ബാരിയേഴ്സ്, തടസ്സങ്ങൾ. ഒന്നാമത്തെ തടസ്സമാണ് നമ്മുടെ ശരീരം. കാരണം നമ്മൾ ശരീരബദ്ധരാണ്, ടൈം ആൻഡ് സ്പേസിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ കൂടാരത്തിന്റെ അകത്താണ്. നമ്മുടെ ഒന്നാമത്തെ തടസ്സമാണ്. വി ആർ മോർട്ടൽസ് ആൻഡ് വി ആർ entangled in this tabernacle. വി ആർ ബൗണ്ടഡ്. അവിടെയാണ് ഒന്നാമത്തെ ബാരിയറിനെ ബ്രേക്ക് ചെയ്യാനാണ് വചനം മാംസമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മെപ്പോലെയായി, നമ്മിൽ ഒരുവനായി. പിന്നെയുള്ള നമ്മുടെ പാപമാണ്. ആ പാപത്തിന്റെ പരിഹാരം, അതിനാണ് ക്രിസ്തു കുരിശിൽ മരിക്കുന്നത്. നമുക്ക് 3 ബാരിയേഴ്സ് ആണ്, 3 തടസ്സങ്ങളാണുള്ളത്. ഒന്നാമത്തത് നമ്മുടെ ജഡമാണ്, രണ്ടാമത്തത് നമ്മുടെ പാപമാണ്, മൂന്നാമത്തത് നമ്മുടെ മരണമാണ്. ഉയർത്തെഴുന്നേൽപ്പിലൂടെ ക്രിസ്തു ആ മരണത്തെ അതിജീവിച്ചു, മരണത്തെ ജയിച്ചു. അപ്പം മനുഷ്യന്റെ 3 തിയോസിസിലേക്ക് പോകാനുള്ള 3 ബാരിയേഴ്സ് ആണ്. ഒന്നാമത്തത് ജഡമാണ്, അതിന് ആന്റിഡോട്ടായി ക്രിസ്തുമസ്. രണ്ടാമത്തത് പാപമാണ്, അതിന്റെ ആന്റിഡോട്ടാണ് ഗുഡ് ഫ്രൈഡേ. മൂന്നാമത്തത് മരണമാണ്, അതിന്റെ ആന്റിഡോട്ടാണ് ഈസ്റ്റർ. അപ്പൊ ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ, ഇതാണ് ക്രിസ്തുമസ്, ഇതാണ് ഗുഡ് ഫ്രൈഡേ, ഇതാണ് ഈസ്റ്റർ. ഈ 3 പ്രധാനപ്പെട്ട 3 തടസ്സങ്ങളാണ്. അപ്പൊ മനുഷ്യവർഗത്തിന്റെ തിയോസിസിന് പ്രതിബന്ധമായി നിൽക്കുന്ന 3 കാര്യങ്ങളെ പരിഹരിക്കുന്ന 3 പ്രധാനപ്പെട്ട സമയങ്ങളാണ് ക്രിസ്തുമസ്, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്ത യേശുവിനെ ഓർക്കുക. അപ്പൊ ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ ഉയർപ്പ്. ക്രിസ്തുവിന്റെ ജനനത്തിൽ നമ്മുടെ ജഡമെന്ന ബാരിയറിനെ നമ്മൾ അതിജീവിക്കുന്നു. കാരണം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. പാപത്തിന്റെ പരിഹാരത്തിനായി ക്രിസ്തു കുരിശിൽ മരിച്ചു. മരണത്തെ അതിജീവിച്ച് ക്രിസ്തു ഉയർത്തു. മനുഷ്യവർഗം 3 ബാരിയേഴ്സിനെയും അതിജീവിക്കുകയാണ്. ക്രിസ്തു ജയാളിയാണ്, ക്രൈസ്റ്റ് ദ വിക്ടർ. അപ്പൊ ക്രിസ്തുവിന്റെ വിജയത്തെയാണ് ഓർത്തഡോക്സിയിൽ പ്രകീർത്തിക്കുന്നത്. ജയാളിയായ ക്രിസ്തു, ജയാളിയായ ക്രിസ്തു. അതാണ് ഓർത്തഡോക്സിയുടെ ചുരുക്കം. നാം തിയോസിസിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ തിയോസിസിലേക്കുള്ള ഇൻവിറ്റേഷൻ, അതാണ് ഓർത്തഡോക്സ്. അല്ല സാൽവേഷൻ എന്നുള്ളതല്ല. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിനെ ക്രൂശിച്ച പേരുദോഷത്തിൽ നിന്ന് മാറിപ്പോവുക. അതാണ് മാമോദിസയിലൂടെ സംഭവിക്കുന്നത്. നാം ക്രിസ്തുവിന്റെ സഭയിലെ അംഗങ്ങളാണ്. പക്ഷെ തിയോസിസ് ആണ് നമ്മുടെ ഗോള്. രക്ഷ എന്നുള്ളത് നമുക്ക് ഓൾറെഡി ലഭിച്ചതാണ്. ഇനി ആരൊക്കെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സഭാ മക്കളോടാണ് പലരും വന്നിച്ച് രക്ഷിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, കർത്താവിന്റെ ജയമുള്ള സ്ലീവായാൽ രക്ഷ പ്രാപിച്ചവരുമേ, രക്ഷിക്കപ്പെട്ടവരുമേ. അപ്പൊ കർത്താവിന്റെ ജയമുള്ള സ്ലീവായാൽ എന്ത് ചെയ്തിരിക്കുന്നു? രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സാൽവേഷൻ ഈസ് നോ ലോങ്ങർ യുവർ ഗോൾ. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. സാൽവേഷൻ അല്ല നിങ്ങളുടെ ഗോൾ. സാൽവേഷൻ ഈസ് നോ ലോങ്ങർ അവർ ഗോൾ. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ 5ാം ക്ലാസ്സിലെ പരീക്ഷയെ പറ്റി പറയുന്ന പോലെയാണത്. നിസ്സാരമാണ്, ബാലിശമാണ്.
അപ്പൊ ഈ സാൽവേഷനും ഒക്കെ ആയിട്ട് വരുന്ന ഇവാഞ്ചലിക്കൽ സർക്കിളിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പോപ്പുലർ ഗോസ്പലിന്റെ ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെടേണ്ട രക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ പരിഹസിച്ചു തള്ളേണം. കാരണം അത് അത്ര പരിഹാസ്യമാണ്, അത്ര ബാലിശമാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഗോൾ എന്താണ്? രക്ഷ എന്ന ഇൻഫീരിയർ ഗോൾ അല്ല, മറിച്ച് തിയോസിസ് എന്ന ഉന്നതമായ ഗോള്. ഇതാണ് ഓർത്തഡോക്സിയുടെ ശ്രേഷ്ഠത. ഇതൊരു പെന്തക്കോസ്തുകാരന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവൻ കേട്ടിട്ട് പോലുമില്ല, അവന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത അത്ര ഉന്നതമായ ഗോൾ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എഴുതുമ്പോ ഉന്നത വിളിക്ക് യോഗ്യരായവരെ, ഹയർ കോൾ. പെന്തക്കോസ്തുകാർ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താ? അവർ രക്ഷയെപ്പറ്റി ആകുലപ്പെടുന്നു, വ്യാകുലപ്പെടുന്നു, ഉത്കണ്ഠപ്പെടുന്നു. കാരണം അവർ സത്യസഭയിൽ എത്തിച്ചേർന്നിട്ടില്ല. സത്യസഭയോട് ജോയിൻ ചെയ്യുന്നതിന്റെ പേരാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. സത്യസഭയോട്, ട്രൂ ചർച്ചിനോട് ജോയിൻ ചെയ്യുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടു. ട്രൂ ചർച്ചിലുള്ളവർ രക്ഷിക്കപ്പെട്ടവരാണ്. അതാണ് രക്ഷ. പക്ഷേ ഈ ട്രൂ ചർച്ചിലുള്ള ആളുകളുടെ മുമ്പിലുള്ള ഗോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോസിസ് ആണ്, അല്ലാതെ സാൽവേഷൻ അല്ല. തിയോസിസിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ തിയോസിസ് എന്ന അല്ലെങ്കിൽ ദൈവീകരണം എന്ന ആ ഉന്നതമായിരിക്കുന്ന വിളി, അതേക്കുറിച്ച് നിർഭാഗ്യവശാൽ സുറിയാനി സഭയിലെ അംഗങ്ങളിൽ തന്നെ പലരും ബോധവാന്മാരല്ല. അവര് മറിച്ച് പെന്തക്കോസ്തൽ സാൽവേഷന്റെ പിന്നാലെയാണ്. ആ സാൽവേഷൻ എങ്ങനെ കിട്ടും എന്നൊക്കെ വിചാരിച്ച് അവര് കൈകൊട്ടുകയും പാടുകയും ഏറ്റുപറയുകയും ഒക്കെ ചെയ്ത് ആ കൂടെ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാൽവേഷൻ അല്ല നമ്മുടെ ഗോൾ. സാൽവേഷൻ നമ്മുടെ ഗോൾ അല്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ക്രിസ്തുമസിലെങ്കിലും യഥാർത്ഥത്തിൽ എന്തിനാണ് ദൈവം മനുഷ്യനായി തീർന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ദൈവം മനുഷ്യനായി തീർന്നു. എന്തിനാണ് ദൈവം മനുഷ്യനായി തീർന്നത്? ദൈവം മനുഷ്യനായി തീർന്നത് നാം അവനെ പോലെയാകുവാൻ. അവൻ വെളിപ്പെടുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനമാണ്. അവൻ വെളിപ്പെടുമ്പോൾ നാം അവനോട് സദൃശന്മാരായി തീരും. ഇതാണ് തിയോസിസ് എന്ന് പറയുന്നത്. അവൻ വെളിപ്പെടുമ്പോൾ നാം അവനോട് സദൃശന്മാരായി തീരും. അവനോട് സദൃശന്മാരായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഇപ്പോൾ ആകുന്നു. ഇനി എന്താണ് സാൽവേഷൻ? നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവർ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നമ്മുടെ വിശുദ്ധീകരണമാണ്. എന്താണ് നമ്മുടെ വിശുദ്ധീകരണം? ദൈവത്തെ ദൈവമായിരിക്കുന്ന വിധത്തിൽ അറിയുന്നതാണ്, കാണുന്നതാണ് നമ്മുടെ വിശുദ്ധീകരണം. ദൈവത്തെ കാണുക, അതാണ് നമ്മൾ ഈ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്. അപ്പോ ഞങ്ങൾ കണ്ടു. ആ ആട്ടിടയന്മാര് അവര് കണ്ടു. ഈ കണ്ടു എന്നുള്ളതാണ്. കാണുമ്പോൾ
എന്താ സംഭവിക്കുന്നേ? കാണുന്നതിലൂടെ നമ്മളിൽ അത് പ്രതിഫലിക്കുകയാണ്. കണ്ണാടിയിൽ എന്ന പോലെ അതെന്തായി മാറുന്നു? നമ്മിൽ പതിഞ്ഞ് നമ്മൾ ആ പ്രതിമയായി മാറുന്നു. പൗലോസ് കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോഴാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കണ്ണാടിയിൽ എന്ന പോലെ നാം ക്രിസ്തുവിനെ കാണുമ്പോൾ ആ ക്രിസ്തുവിന്റെ പ്രതിമ നമ്മിൽ പതിയുന്നു. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടുമില്ല. അപ്പൊ രണ്ട് കാര്യമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, അവനെ അറിയുക. രണ്ട്, അവനെ കാണുക. പലപ്പോഴും ആളുകൾ ഫെയിലായി പോകുന്നതാണ്. അവനെ കാണുന്നതിൽ ഫെയിൽ ആകുന്നു, അവനെ അറിയുന്നതിലും ഫെയിൽ ആകുന്നു. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് നമ്മൾ എലിവേറ്റ് ചെയ്യപ്പെടുക. ഇതാണ് സ്പിരിച്വാലിറ്റി. ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ഇതൊരു കേവലം സാൽവേഷൻ അല്ല. ഇവിടെ ആരും ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുവോ അങ്ങനെയൊന്നും അല്ല ഇത്. മറിച്ച് നാം തിയോസിസിലേക്കുള്ള യാത്രയിലാണ്. തിയോസിസിൽ എത്തിച്ചേരുക. അതിനാണ് വലിയൊരു യാത്ര ദൈവത്തിന്റെ പുത്രൻ ചെയ്തത്. സ്വർഗത്തിന്റെ മഹിമ വിട്ട്, ദൂതന്മാരുടെ ആരാധന വിട്ട്, സ്വർഗത്തിന്റെ മഹത്വം വിട്ട്, പിതാവിനോടുള്ള സമത്വം വിട്ട് ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഹി ബിക്കെയിം സിൻ. അവൻ പാപമായി തീർന്നു. ഹി ബിക്കെയിം എ കർസ്. അവനൊരു ശാപമായി തീർന്നു. ഹി ബിക്കെയിം പുവർ. അവൻ ദരിദ്രനായി തീർന്നു. നമ്മിൽ ഒരാളായി തീർന്നു. നമ്മെ പോലെയായി തീർന്നു. ടാബർനാക്കിൾ അമംഗ് us. നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ഒരൊറ്റ ഗോളാണ്, തിയോസിസ് ആണ്. അതിൽ കുറഞ്ഞൊരു ഗോളില്ല. അപ്പൊ അതുകൊണ്ട് ഓർത്തഡോക്സ് ദൈവശാസ്ത്രം ഹോൾഡ് ചെയ്യുന്ന നമ്മൾ പലപ്പോഴും ഇവാഞ്ചലിക്കൽ വഞ്ചനയിൽ പെട്ടുപോകാറുണ്ട്. പോപ്പുലർ ഗോസ്പൽ അവർ വളരെ നിസ്സാരമായ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. അവിടെ നമ്മൾ പതറിപ്പോകല്ല. അത് ശ്രദ്ധിക്കരുത്. അതല്ല, തിയോസിസ് ഉന്നത വിളിയാണ്. തിയോസിസിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ക്രിസ്തുമസിന്റെ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ സുവിശേഷം എന്ന ഈ വാക്ക് ഏറ്റവും അപകടം പിടിച്ച ഒരു വാക്കാണ്. ഈ സുവിശേഷം എന്ന വാക്കിന് പാരലായിട്ട് ഇവാഞ്ചലിക്കൽ വേൾഡ് അല്ലെങ്കിൽ പാശ്ചാത്യ സുവിശേഷക്കാർ കൊണ്ടുവന്ന ഒരു വാക്കാണ് രക്ഷ, സാൽവേഷൻ. അപ്പൊ സാൽവേഷൻ എന്ന അപകടം പിടിച്ച ഒരു സംഗതി. കാരണം സാൽവേഷൻ എന്നാൽ അവർക്ക് തന്നെ ഉത്തരവില്ല. അങ്ങനെയാണെങ്കിൽ സാൽവേഷൻ എന്നതാണെങ്കിൽ അവരോട് ചോദിക്കുക, മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കണമെന്ന് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക. എന്നാൽ പ്രസവിക്കാത്തവർക്ക് രക്ഷയില്ലേ? അതോ പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് രക്ഷയില്ലേ? അപ്പൊ രക്ഷ എന്നത് കോണ്ടക്സ്റ്റുവൽ ആണ്. ഓരോ കോണ്ടക്സ്റ്റിലും ഓരോ അർത്ഥമാണ് രക്ഷയ്ക്കുള്ളത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി തിയോസിസ് ആണ്. അപ്പൊ രക്ഷ പ്രാപിച്ചു എന്നല്ല, തിയോസിസിലേക്കുള്ള യാത്രയാണ്. തിയോസിസിലേക്കുള്ള യാത്ര കഥാർസിസിലൂടെയാണ്. എന്താണ് കാഥാർസിസ്? കാഥാർസിസ് എന്നാണ് നമ്മുടെ ലൈഫാണ്, കഷ്ടതയാണ്. മനുഷ്യജീവിതത്തിന്റെ കഷ്ടത. ആർക്കാണ് കഷ്ടതയുള്ളത്? എല്ലാ മനുഷ്യർക്കും കഷ്ടതയുണ്ട്. അവരവരുടേതായ രീതിയിൽ കഷ്ടതയുണ്ട്. നിശാദർശനങ്ങളിൽ കഷ്ടപ്പെട്ടു രാജാക്കന്മാർ. സുഖസൗകര്യങ്ങളോ ധനസമൃദ്ധിയോ ഒന്നും തന്നെ കഷ്ടതയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നില്ല. ഫോർട്ടിസിസ് എന്ന് പറയുന്ന എൻലൈറ്റ്മെന്റ്, ഫോർട്ടിസിസിൽ എത്തിച്ചേരുന്നത് വരെ മനുഷ്യൻ കഷ്ടതയിൽ നിന്ന് മുക്തനല്ല. അപ്പൊ ആ കഷ്ടതയിലാകുന്ന ഈ കഥാർസിസിലൂടെ സഞ്ചരിക്കുമ്പോൾ ഫോർട്ടിസിസ് എന്ന എൻലൈറ്റ്മെന്റിൽ എത്തിയിട്ട് ഫോർട്ടിസിസിൽ നിന്ന് തിയോസിസിലേക്ക് പോവുക. അപ്പൊ കാഥാർസിസ്, ഫോർട്ടിസിസ്, തിയോസിസ്
ഇതാണ് ഒരു ഓർത്തഡോക്സ് വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ സ്പിരിച്വൽ ജേർണി. അല്ലാതെ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക, അത് പെന്റക്കോസ്റ്റൽ ശൈലിയാണ്. വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ലോകപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാക്കുക, അതിൽ സന്തോഷിക്കുക, സാക്ഷ്യം പറയുക. കാർ മേടിച്ചു, വീട് വെച്ചു, പെണ്ണിനെ കെട്ടിച്ചു, പെണ്ണിന് അഡ്മിഷൻ കിട്ടി, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും പരിഭവിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വലിയ യുദ്ധങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് പെന്തക്കോസ്റ്റിലെ ഏറ്റവും വലിയ കോമഡി. ഞാൻ 25 വർഷം പെന്തക്കോസ്ത് സഭയിലായിരുന്നു, അവിടെ ഒരു ശുശ്രൂഷകനായിരുന്നു. ഞാൻ അത് കണ്ട് അതിന്റെ അർത്ഥശൂന്യത മനസ്സിലാക്കി. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗോള് ഭൗതികമായ ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കുക എന്നുള്ളതാണ്. അത് അർത്ഥശൂന്യമാണെന്ന് എനിക്ക് തോന്നി. യഥാർത്ഥ ട്രൂ സ്പിരിച്വാലിറ്റി അവിടെ കാണാൻ കഴിയുന്നില്ല. ട്രൂ സ്പിരിച്വാലിറ്റി ഓർത്തഡോക്സ് പിതാക്കന്മാരുടെ റൈറ്റിംഗ്സിൽ, അവരുടെ ലൈഫിൽ, അവരുടെ ആഹ്വാനങ്ങളിലാണ് ട്രൂ സ്പിരിച്വാലിറ്റി കാണുന്നത്. ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നീഡായിട്ടുള്ളതാണ്. ഇപ്പോ കോട്ടയത്തെ ഗോസ്പൽ ഉണ്ട്. നിങ്ങൾ മാരുതി കാറുമായിട്ട് വന്നാൽ ടൊയോട്ടയുമായിട്ട് പോകാം. നിങ്ങൾ ടൊയോട്ടയും കൊണ്ട് വരുന്നെങ്കിൽ ഫോർഡും കൊണ്ട് പോകാം. നിങ്ങൾ ഫോർഡ് കാറിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് BMW കൊണ്ട് പോകാം. BMW വരുന്നെങ്കിൽ നിങ്ങൾക്ക് റോൾസ് റോയ്സ് കിട്ടും എന്നൊക്കെയുള്ള അപ്ഗ്രഡേഷൻ ആണ്, മെറ്റീരിയൽ അപ്ഗ്രഡേഷൻ. അപ്പൊ അത് കേട്ട് കോട്ടയത്തെ കുറെ ഓർത്തഡോക്സുകാർ അവിടെ പോയി ഇരിപ്പുണ്ട്. പൊട്ടന്മാർക്ക് ലോട്ടറി അടിക്കുന്നതാണ് ചിന്ത. മനസ്സിലായില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് സുവിശേഷമാണ് അദാനിയോടോ അംബാനിയോടോ അങ്ങനെയുള്ള ആളുകളോട് പറയാൻ പറ്റുന്നത്? അപ്പൊ നിങ്ങളുടേതായ ഈ മിഡിൽ ക്ലാസിന്റെ ഒരു ക്രൈസിസാണ്. മധ്യവർഗ അല്ലെങ്കിൽ മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു ക്രൈസിസ്, ഒരു പ്രതിസന്ധിയാണ്. സുഖലോലുപതയ്ക്ക് കുടപിടിക്കുവാൻ ഒരു കർത്താവ്. അപ്പൊ അവർ ചിന്തിക്കുകയാണ് അവരുടെ ബിസിനസ് വളരുമായിരിക്കും, അവർക്ക് ഓഹരി വിപണിയിൽ നേട്ടം കൊയ്യാൻ കഴിയുമായിരിക്കും, അവർക്ക് കച്ചവടത്തിൽ ലാഭം കൂടുതൽ കിട്ടും. ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു ഏജന്റ്, അത്തരത്തിലുള്ള ഒരു ഏജന്റിനെ പരിചയപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള നേട്ടങ്ങളിൽ അവർ സന്തോഷിക്കുകയാണ്, അതിനെ ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഇതാ നമുക്ക് കൂടെ നിന്ന് നമ്മുടെ ഈ വളരെ നിലവാരം കുറഞ്ഞ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാൻഡിമാൻ, ഒരു ഹെൽപ്പർ, ഒരു അസിസ്റ്റന്റ്, നമ്മുടെ ഉപഭോഗ തൃഷ്ണയിൽ നമുക്കൊരു രാസത്വരകമായി പ്രവർത്തിക്കുന്ന ഒരു കർത്തൃശക്തി ഇതാ ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു. അതൊന്നും ട്രൂ ഗോസ്പൽ അല്ല, ട്രൂ സ്പിരിച്വാലിറ്റി അല്ല. യഥാർത്ഥ സ്പിരിച്വാലിറ്റി അത് ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയാണ്. തിയോസിസ്, അതിൽ കുറഞ്ഞൊരു ഗോളുമില്ല. നാം ആരായിത്തീരുന്നു? നാം ദൈവതുല്യരായിത്തീരുന്നു. ദൈവീകരണം നമ്മിൽ സംഭവിക്കുന്നു. അതാണ് ഹയർ കോൾ. ഈ ഓഫറിനെ ആർക്കും തിരസ്കരിക്കാൻ കഴിയുകയില്ല. കോടീശ്വരന്മാർക്കോ രാജാക്കന്മാർക്കോ പ്രഭുക്കന്മാർക്കോ സുന്ദരന്മാർക്കോ സുന്ദരികൾക്കോ ആർക്കും തന്നെ തിരസ്കരിക്കാൻ കഴിയാത്ത ഓഫർ, ദ ഇറസിസ്റ്റബിൾ ഓഫർ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ തിരസ്കരിക്കുവാൻ കഴിയാത്ത, നിരസിക്കാനാവാത്ത മോഹനീയ വാഗ്ദാനം, അതാണ് സുവിശേഷം. നിങ്ങളുടെ എന്ത് വാഗ്ദാനമാണ്? കോട്ടയത്ത് ഒരു ഗോസ്പൽ ഉണ്ട്. ആ ഗോസ്പല് നല്ല പൈസയുള്ള ഒരാളുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ പുച്ഛിച്ചു ഓടിക്കും, നീ പോടാ ചേർക്കാന്ന് പറയും. കോട്ടയത്തെ പയ്യൻ ഒരു ഗോസ്പൽ ഇറക്കിയിട്ടുണ്ട്, ഒരു വിരുന്ന്. ആ വിരുന്നിന്റെ ഗോസ്പല് എന്ന് വെച്ചാൽ നല്ല പൈസ ഉള്ള എഴുത്തിന്. ഈ പറഞ്ഞ ആ ഗോസ്പല് അംബാനിയുടെ അടുത്ത് എന്ന് പറയാമോ? കോട്ടയത്തെ ഗോസ്പല് കോട്ടയത്തെ പണക്കൊതിയന്മാരായ ഓർത്തഡോക്സുകാരുടെ അടുത്ത് ചെലവാകും, അല്ലെങ്കിൽ അയൽക്കാരനോട് അസൂയുള്ളവന്റെ അടുത്ത് ചെലവാകും. കോട്ടയം പട്ടണത്തിലും പരിസരത്തിലുമുള്ള യാക്കോബായ ഓർത്തഡോക്സ് മാർത്തോമ വിശ്വാസികൾ മിഡിൽ ക്ലാസ് ആണ് കൂടുതൽ. ആ മിഡിൽ ക്ലാസ്സുകാർക്ക് അപ്പുറത്തെ അവന്റെ നല്ല കാറ് കാണുമ്പോൾ വിഷമമുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇവൻ എരിശിലെ മാർത്തോമ പള്ളി പോകുന്നവനാണ്, BMW കുറെ ഒരുത്തനുണ്ട് സെന്റ് ലാസറസ് പള്ളി പോകുന്നത്, അവനൊരു മാരുതി ഉള്ളത്. മറ്റവൻ BMW എരിശിലെ മാർത്തോമ പള്ളിയിലോട്ട് പോകുന്നു, ഇവൻ ഈ മാരുതി ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നു.
ലാസറസ് പള്ളിയിൽ പോകുന്നു. അപ്പൊ ഇവൻ ചിന്തിക്കുകയാണ്, ഇനി ലാസറസ് പള്ളിയിൽ പോയിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ സമാധാനത്താലെ പോകുകയും എന്നൊക്കെ ഇല്ല. പക്ഷെ അപ്പുറത്ത് വിരുന്ന് അവർ പറയുകയാണ്, യേശു നിന്നെ അനുഗ്രഹിക്കും, യേശു നിന്നെ വളർത്തും, ഇവിടെ അത്ഭുതം നടക്കുന്നു, ഇത് നീ അപ്ഗ്രേഡ് ചെയ്യാം, ഒരു ബെൻസെങ്കിലും കിട്ടും. ഇവൻ അവിടെ പോകുന്ന പറയുമ്പോഴേക്കും BMW ഇരിക്കുന്ന, ഇനി അവൻ അവിടെ എങ്ങാനും പോയിട്ട് അവൻ കൂടുതലും കൊണ്ട് വന്നാലോ, ഇവനും പോവാണ്, റോൾസ് റോയ്സ് കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രലോഭനമാണ്. അപ്പൊ പ്രലോഭനമാണ്, അതല്ല സുവിശേഷം. നിങ്ങൾ ഈ സുവിശേഷവുമായിട്ട് അംബാനിയുടെ അടുത്ത് എന്ന് പറ, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപോലെ മോഹനീയ പൂങ്കുലയായ കർത്താവ്. അങ്ങനെയാണ് നമ്മുടെ വായനകളിൽ മോഹനീയ പൂങ്കുല എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ആരും മോഹിക്കുന്ന, ലോകത്തുള്ള ആരും കൊതിക്കുന്ന, മനുഷ്യനായി പിറന്ന ആരും ആഗ്രഹിക്കുന്ന, ദേവന്മാർ പോലും കൊതിച്ചത് എന്താണ്? അമരത്വമാണ്. ആ അമരത്വം പ്രാപിക്കാനാണ് അസുരന്മാരും ദേവന്മാരും ഒരുമിച്ച് ചേർന്ന് പാലാഴി കടയുന്നത്, പാലാഴി മഥനം നടത്തുന്നത്. അമരത്വത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എല്ലാ പുരാണ ഇതിഹാസങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. മനുഷ്യവർഗത്തിന്റെ അഭിവാഞ്ച, മനുഷ്യവർഗത്തിന്റെ ശത്രു മരണമാണ്, മോർട്ടാലിറ്റിയാണ്. യുഗയുഗങ്ങളായിട്ട് മനുഷ്യൻ പ്രത്യാശിച്ചത്, യുഗങ്ങളുടെ പ്രത്യാശ, ഡിസയർ ഓഫ് ഏജസ്, ഈ യുഗങ്ങളിലെല്ലാം മറഞ്ഞു കിടന്ന മനുഷ്യന്റെ ആഗ്രഹം, അഭിവാഞ്ച, തനിക്കുള്ളതെല്ലാം ചെലവഴിക്കാൻ തയ്യാറാകുന്നത്. എത്ര വലിയ കോടീശ്വരനായാലും അവൻ തനിക്കുള്ളതെല്ലാം ചെലവഴിക്കും, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തും, ഒരൊറ്റ കാര്യത്തിനാണ്. അതെന്താണ്? അതാണ് ഇമ്മോർട്ടാലിറ്റി, അമരത്വം. ആ ഇമ്മോർട്ടാലിറ്റിയാണ് ഇവിടെ വാഗ്ദത്തം ചെയ്യുന്നത്. ആ ഇമ്മോർട്ടാലിറ്റിയിലൂടെയാണ് ഈ തിയോസിസ്. അതാണ് ഞാൻ പറഞ്ഞത്, തിയോസിസിൽ 3 ബാരിയറാണ്. ഒന്ന് നമ്മുടെ ഫ്ലഷ് ആണ്, 2 നമ്മുടെ സിൻ ആണ്, 3 നമ്മുടെ മോർട്ടാലിറ്റി ആണ്. അപ്പൊ നമ്മുടെ ഫ്ലഷിനെ ക്രിസ്തുമസിലും, നമ്മുടെ സിന്നിനെ ഗുഡ് ഫ്രൈഡേയിലും, നമ്മുടെ മോർട്ടാലിറ്റിയെ ഈസ്റ്ററിലും അതിജീവിച്ച ക്രിസ്തുവിന്റെ സുവിശേഷം, ക്രൈസ്റ്റ് ദ വിക്ടർ, ക്രിസ്തുവിന്റെ ജയാളിയായ ക്രിസ്തുവിന്റെ ജയത്തിന്റെ സുവിശേഷം, അതാണ് ഓർത്തഡോക്സ് തിയോളജി. തിയോസിസിലേക്കാണ് പോകുന്നത്. ഈ തിയോസിസ് കാണുമ്പോ, ഈ മോഹനീയ പൂങ്കുലയെ കാണുമ്പോ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ സഹദേന്മാരെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ദരിദ്ര കുടുംബത്തിൽ നിന്ന് ആരുമില്ല, എല്ലാ സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളവർ, പ്രഭു കുടുംബങ്ങളിൽ നിന്നുള്ളവർ, രാജകുടുംബങ്ങളിൽ നിന്നുള്ളവർ, രാജസ്ഥാനങ്ങൾ വിട്ട്, പ്രഭുസ്ഥാനങ്ങൾ വിട്ട്, സ്വത്തുക്കൾ വിട്ട്, വർദ്ധിച്ച സമ്പത്തുകൾ ഉപേക്ഷിച്ച്, ലോകസുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി ഇറങ്ങി. എന്താ? കേവലം വരാനിരിക്കുന്ന ഒരു ശിക്ഷയെ പേടിച്ചിട്ടൊന്നുമല്ല. ധീരന്മാരായ, കരുത്തന്മാരായ, കർമ്മധീരരായ, കോടീശ്വരരായ അവരിറങ്ങിപ്പോകുന്നത് കാരണം നിരസിക്കാൻ കഴിയാത്ത ഒരു മോഹനീയ വാഗ്ദാനം, ഇറസിസ്റ്റബിൾ ഓഫർ, ഇറസിസ്റ്റബിൾ ഓഫർ. ലോക മനുഷ്യവർഗത്തിന് മുഴുവൻ ഇറസിസ്റ്റബിൾ ആയ ആ ഓഫർ, അതാണ് ഗോസ്പൽ, തിയോസിസ്. ആ തിയോസിസിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതാണ് ഓർത്തഡോക്സ് കാഴ്ചപ്പാട്, ഓർത്തഡോക്സ് ദൈവശാസ്ത്രം. അപ്പൊ അതെവിടെയാണ് കിട്ടുന്നത്? നാം അവനെ കാണുന്നതിലൂടെ. അപ്പൊ പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല. അപ്പൊ അവനെ കാണുന്നതിലൂടെ, when we see him, അവനെ കാണുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അവനെ കാണുക. അതുകൊണ്ടാണ് ഇനി 2ാമത്തെ വാക്യം, 1 John 3:2, 1 യോഹന്നാൻ 3:2. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. അപ്പൊ നാം അവനോട് സദൃശന്മാരാകുന്ന ഏതിലൂടെയാണ്?
അവനെ കാണുക എന്നുള്ള ആ പ്രോസസ്സിലൂടെയാണ്. അവനെ കാണുക, ക്രിസ്തുവിനെ കാണുക. ക്രിസ്തുവിനെ കാണുന്നതിലൂടെയാണ് നാം തിയോസിസിൽ എത്തുന്നത്. ആ ക്രിസ്തുവിനെ കാണുന്നത് ഏതുവഴിയാണ്? സ്നേഹത്തിലൂടെയാണ്. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പറയാണ്, നാം ഇപ്പോൾ കടമൊഴിയായിട്ടാണ് കാണുന്നത്, അപ്പോൾ നാം മുഖാമുഖം കാണും. പൂർണ്ണമായ സ്നേഹം വരുമ്പോൾ ആ സ്നേഹത്തിൽ മാത്രമാണ് നമുക്ക് ആ ഇമേജിനെ കാണാൻ പറ്റുന്നത്. അപ്പൊ ക്രൈസ്റ്റിന്റെ ഇമേജ് നമ്മളൊരു മിററിലൂടെ, ഒരു ദർപ്പണത്തിൽ എന്ന പോലെ ആ ക്രിസ്തുവിനെ കാണുന്നു. ആ ക്രിസ്തുവിന്റെ ഇമേജ് നമ്മിൽ പതിയുന്നു. നാം അതേ ഇമേജായി മാറുന്നു. നാം തിയോസിസിൽ എത്തിച്ചേരുന്നു. ഇതാണ് ഇതിന്റെ സമ്മറി, ഇതിന്റെ ചുരുക്കം. അതാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മൂന്നാം അധ്യായം തന്നെ, 1 യോഹന്നാൻ 3 അധ്യായം തന്നെ, അതിന്റെ 14 വാക്യം, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ഇവിടെയാണ് ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നത്. അപ്പൊ സ്നേഹിക്കുന്നവനും സ്നേഹിക്കാത്തവനും. അപ്പൊ സഹോദരനെ സ്നേഹിക്കുന്നവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ. സഹോദരനെ സ്നേഹിക്കുന്നവൻ എവിടെ നിൽക്കുന്നു? ജീവനിൽ നിൽക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ മരണത്തിൽ നിൽക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അവൻ കർത്താവിനെ കാണുന്നു. അവൻ പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് കാണുന്നു. അപ്പോൾ അവൻ പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് തന്നെ എവിടേക്ക് എത്തുന്നു? തിയോസിസിലേക്ക് എത്തുന്നു. അപ്പൊ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണും. എന്നാൽ അവൻ പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് തന്നെ ആ കാഴ്ചയെ കാണുവാൻ നമ്മെ പരിശീലിപ്പിക്കുന്നതാണ് ഓർത്തഡോക്സ് ദൈവശാസ്ത്രം, അല്ലെങ്കിൽ ഓർത്തോപ്രാക്സി, ഓർത്തഡോക്സ് പ്രാക്ടീസുകൾ. സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെയാണ് നാം ജീവനിലേക്ക് കടക്കുന്നത്. മരണത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ക്രിസ്തുവിനെ കാണാൻ എന്ത് ചെയ്യണം? മലയുടെ മുകളിൽ പോകണോ? വേണ്ട. അപ്പൊ എവിടെയാണ് ക്രിസ്തുവിനെ കാണേണ്ടത്? ക്രിസ്തുവിനെ കാണാൻ പറ്റിയാൽ, അവനെ അറിയാൻ പറ്റിയാൽ, അപ്പൊ ക്രിസ്തുവിനെ കാണുക, ക്രിസ്തുവിനെ അറിയുക, അതിലൂടെ ജീവനിലേക്ക് പ്രവേശിക്കുക. ക്രിസ്തുവിനെ കാണുക, ക്രിസ്തുവിനെ അറിയുക, അതിലൂടെ ജീവനിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഇതാണ് പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 3 അധ്യായം, 2 കൊരിന്ത്യർ 3 അധ്യായം അതിന്റെ 18 വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി, ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. And we all, with who unveiled faces contemplate the Lord's glory, are being transformed into his image with the ever-increasing glory, which comes from the Lord, who is the Spirit. തേജസ്സിന്റെ മേൽ തേജസ് ദൈവത്തിന്റെ ദാനമായി അവനിൽ നിന്ന് പ്രാപിച്ച് നാം അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എവിടെയാണ്? And we all who with unveiled faces contemplate the Lord's glory are being transformed into his image. അപ്പം ഇത് സംഭവിക്കുന്നത് വഴിയാണ്? ഒരു കണ്ണാടിയിൽ നമ്മൾ പോയി പ്രതിബിംബത്തെ കാണുന്നത് പോലെ ക്രിസ്തുവിനെ കാണുന്ന ഈ കാഴ്ചയിലൂടെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ഇതാണ് യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ 3 അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. നാം അവനെ കാണുമ്പോൾ അവനായി നമ്മളും സദൃശന്മാരായി തീരും.
ഇതാണ് നമ്മുടെ ചലഞ്ച്, ഇതാണ് സ്പിരിച്വൽ ലൈഫ്, ഇതാണ് ക്രിസ്ത്യൻ ലൈഫ്, ഇതാണ് ഓർത്തഡോക്സി. നമുക്ക് എവിടെയാണ് അവനെ കാണാൻ പറ്റുന്നത്? യോഹന്നാസ്ലീഹ എഴുതാണ്, കാണുന്ന സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കും? അപ്പൊ എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഈ സഹോദരനിൽ. അതാണ് ഇൻകാർണേഷൻ. എന്താണ് ഇൻകാർണേഷൻ? ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് നോ ലോങ്ങർ ഇൻവിസിബിൾ. അദൃശ്യനായ ദൈവം ഇനി മുതൽ അദൃശ്യനല്ല. He became visible. He became flesh. The word became flesh and tabernacled among us. നമ്മെ പോലെ നമ്മിൽ ഒരുവനായി ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. ഇപ്പോൾ യുഗങ്ങളായിട്ട് മറഞ്ഞു കിടന്ന ആ രഹസ്യം നമുക്ക് വെളിപ്പെട്ടു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു, നിന്റെ സഹോദരൻ ഇരിക്കുന്നു, ഓരോ വ്യക്തികളിലും ഇരിക്കുന്നു. ക്രൈസ്റ്റ് dwells in him who is the hope of glory. ഇതാണ് നമ്മുടെ പ്രത്യാശ, ഇതാണ് നമ്മുടെ പ്രതീക്ഷ. യുഗങ്ങളുടെ പ്രതീക്ഷകളെ പൂവണിയിപ്പിക്കുന്ന സുന്ദര സുവിശേഷം ഇതാണ്. Christ dwells in him. Can you see him? Christ dwells in you. നിന്റെ അയൽക്കാരൻ ആ ക്രിസ്തുവിനെ നിന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിന്റെ അയൽക്കാരൻ നിന്നിലുള്ള ക്രിസ്തുവിനെ കാണാതെ അയൽക്കാരന് നിന്നിലെ ക്രിസ്തുവിനെ മറയ്ക്കുന്ന മറശീലകൾ മാറ്റപ്പെടണം. ആ മറശീലകൾ മാറുന്നതിനെ കുറിച്ചാണ് യെരുശലേം ദൈവാലയത്തിന്റെ തിരശീല മേൽതൊട്ട് അടിവരെ ചീന്തിപ്പോയി. യെരുശലേം ദൈവാലയത്തിന്റെ തിരശീല മേൽതൊട്ട് അടിവരെ ചീന്തിപ്പോയി എന്ന് എഴുതിയിരിക്കുമ്പോ എബ്രായ ലേഖനത്തിൽ വിശദീകരണം കൊടുക്കുകയാണ്. തന്റെ ദേഹം എന്ന തിരശീല ക്രിസ്തു ചീന്തിക്കളഞ്ഞു. തന്റെ ദേഹം എന്ന തിരശീല ക്രിസ്തു ചീന്തിക്കളഞ്ഞു. അപ്പം എടുത്ത് നുറുക്കിയിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവീൻ. അവരുടെ ശരീരത്തിന്റെ ഭാഗമായി, അവരുടെ രക്തത്തിന്റെ ഭാഗമായി, അവരിൽ അലിഞ്ഞ് ഒന്നായി ക്രിസ്തു മാറുകയാണ്. ഇപ്പോഴും നമ്മൾ ആ താടിയും മീശയും നീണ്ട മുടിയും കുപ്പായവും ചെരുപ്പും ഇട്ട് ബെത്ലഹേമിലും നസറേത്തിലും ഗലീലയിലും യെരുശലേമിലും ഒക്കെ നടക്കുന്ന യേശുവിനെ ഭാവന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തു ഹിസ്റ്റോറിക് ജീസസ് ആണ്, അന്നിന്റെ ക്രിസ്തുവാണ്. ഇന്നിന്റെ ക്രിസ്തു കോസ്മിക് ക്രൈസ്റ്റ് ആണ്, വിശ്വപുരുഷനായി. ആ ക്രിസ്തു എവിടെയാണ്? ആ ക്രിസ്തു എന്നിലാണ്, ആ ക്രിസ്തു നിങ്ങളിലുമുണ്ട്. ഇത് കാണാൻ പറ്റുന്നില്ല. നമ്മൾ കടമൊഴിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പൂർണ്ണമായ സ്നേഹം വരുമ്പോൾ കണ്ണാടികൾ ഉടഞ്ഞിട്ട് മുഖാമുഖമായി കാണും, ക്രിസ്തുവിനെ കാണും. അപ്പോഴാണ് തിയോസിസ്. അവിടെയാണ് സഹോദരനെ സ്നേഹിക്കുന്നവൻ നിത്യജീവനിലേക്ക് കടക്കും. ആ നിത്യജീവനിലേക്ക് കടക്കുന്ന ആ അനുഭവത്തിൽ നമ്മുടെ മർത്യതകൾ മാറിപ്പോവുകയാണ്. എന്താണ് മർത്യതകൾ? ജീവനാൽ നീങ്ങിപ്പോകുന്നു. മർത്യതകൾ ജീവനാൽ നീങ്ങിപ്പോകുന്നു. ഞാൻ പറഞ്ഞല്ല, പൗലോസ്ലീഹ പറഞ്ഞതാണ്. അപ്പൊ മർത്യതകളെ ജീവൻ കൊണ്ട് ഉരിഞ്ഞു കളയുന്ന ആ അപൂർവമായിരിക്കുന്ന പ്രതിഭാസമാണ് ദൈവീകരണം. നമ്മുടെ എല്ലാ മർത്യതകളും ഉരിഞ്ഞ് നീങ്ങിപ്പോകട്ടെ. ആ ഉരിഞ്ഞു നീങ്ങിപ്പോകുന്ന മർത്യതകൾ, ഉരിഞ്ഞു നീങ്ങിപ്പോകുന്ന 3 ബാരിയേഴ്സ് ആണ് തിയോസിസിന് എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ജഡം, നമ്മുടെ പാപം, നമ്മുടെ മരണം. ജഡത്തെയും പാപത്തെയും മരണത്തെയും, ജഡത്തെയും പാപത്തെയും മരണത്തെയും നീക്കിക്കളയുന്ന നിർമ്മലമായ സത്യമായ ശക്തിയുള്ള ആ സുവിശേഷം, ആ സുവിശേഷമാണ് നമ്മൾ കേൾക്കുന്ന ഗ്ലോറിയസ് ഗോസ്പൽ. രണ്ട് കൊരിന്ത്യർ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഉരിയുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അഡ്വാൻസ് ആയി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു.
For while we are in this tent, we groan and burden because we do not wish to be unclothed, but to be clothed instead with our heavenly dwelling, so that what is mortal may be swallowed up by life. Yes. നമ്മൾ മോർട്ടാലിറ്റി ഉണ്ട്, മർത്യതയുണ്ട്. നമ്മുടെ മർത്യത നമ്മുടെ ദൈവീകരണത്തിന്റെ പ്രതിബന്ധമാണ്. ദൈവീകരണത്തിന്റെ പ്രതിബന്ധമായിരിക്കുന്ന മർത്യത ജീവൻ കൊണ്ട് ഉരിഞ്ഞു കളയുവാൻ, ആ ജീവൻ പുറമേ ധരിക്കുവാൻ ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ ഞരങ്ങിക്കൊണ്ട് വസിക്കുന്നു. ആ ഞരക്കമാണ് കഥാർസിസ്. ആ ഞരക്കത്തിൽ നമ്മോടൊപ്പം സ്പിരിറ്റ് ഞരങ്ങുകയാണ്. അൺഅട്ടറബിൾ ഗ്രോണിങ്സ് ഓഫ് ദ സ്പിരിറ്റ്. ആ ഞരക്കത്തിൽ നമ്മോടൊപ്പം ഈ വിശ്വപ്രകൃതി മുഴുവൻ ഞരങ്ങുകയാണ്, ദൈവമക്കളുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട്. ഒരു ഹാർമണി രൂപപ്പെടുകയാണ്, ഒരു സിംഫണി രൂപപ്പെടുകയാണ്. എ ഗ്രേറ്റ് സിംഫണി. എന്താണ്? പ്രകൃതിയും തിര്യക്കുകളും മൃഗജാലങ്ങളും സഹജീവികളും എൻവയോൺമെന്റും എല്ലാമായിട്ട് നമ്മളൊരു സിങ്ക്രണൈസേഷനിൽ വന്നിട്ട് അവിടെ നമുക്ക് ആ വലിയ ഒരു സിംഫണി നമുക്ക് കേൾക്കാൻ പറ്റും. ആ സിംഫണി എന്താണ്? മഹത്തായ ആ സിംഫണി. തിയോസിസിലേക്കുള്ള യാത്ര. ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം, the manifestation of the children of God, that great day, ആ മഹത്തായ ദിവസം. ഇൻഫീരിയർ സംഗതികളിൽ മനസ്സ് കുടുങ്ങിപ്പോകുവാനല്ല, ഹയർ കോളിലേക്ക്, ഈ തിയോസിസിലേക്ക് യാത്ര ചെയ്യുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. പാടിൻ 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 ഹല്ലേലൂയ. ആട്ടിടയന്മാർ ബേത്ലഹേമിൽ പാടിയ പോലെ ഗബ്രിയേലും വൃന്ദവുമൊപ്പം വന്ദിപ്പോനെ യൗസേപ്പാദ്യന്മാർ പാണികളിൽ കൊണ്ടാടുന്നു. പാടിൻ 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 ഹല്ലേലൂയ. ആട്ടിടയന്മാർ ബേത്ലഹേമിൽ പാടിയ പോ